കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് സംസ്കരിച്ചു. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, ഇത്തിത്താനം സ്വദേശി ശ്രീഹരി, മേപ്രാൽ സ്വദേശി തോമസ് എന്നിവർക്കാണ് നാട്ടുകാർ യാത്രാമൊഴി നൽകിയത്. മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഷിബു വർഗീസിന്റെ മൃതദേഹം പായിപ്പാട് മച്ചിപ്പള്ളിയിലെ വീട്ടിലേക്ക് രാവിലെ എത്തിച്ചപ്പോൾ ദുഃഖം അണപൊട്ടി. ഭാര്യ റിയ, 3.5 വയസ്സുകാരൻ മകൻ എയ്ഡൻ എന്നിവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പ്രിയപ്പെട്ടവർ വിതുമ്പി. വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം 4 മണിയോടെ പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം 2 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. ഇളയ സഹോദരൻ ആനന്ദ് ചിതയ്ക്ക് തീ കൊളുത്തി. അപകടത്തിന് 8 ദിവസം മുമ്പ് മാത്രമാണ് ശ്രീഹരി കുവൈറ്റിൽ ജോലിക്കെത്തിയത്. മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട്ടിൽ മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവരെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രവാസ ലോകത്ത് സമീപ ഭൂതകാലത്തൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും വലിയൊരു നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. അപകടത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മനും നാട് വിട ചൊല്ലി. 3:30 മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു സംസ്കാരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോട്ടയം.